എന്നെ കല്യാണം കഴിക്കണം. നടക്കത്തില്ല. നടക്കും. ഇതുകൊണ്ട് ഞാൻ കാണിക്കും. അതിനുമ്പ് കയറി ഇറങ്ങിയ നീ എന്താണ് ഇവിടെ? ഞാൻ വെള്ളം കൊടുക്കാൻ വന്നത്. വെള്ളം കൊടുത്തു കഴിഞ്ഞില്ലേ? വെച്ച് ആങ്കിൽ പോ. പിന്നെ പോകുമ്പോ ആ റൂമിൽ അതിന്റെ ഓയിൽമെന്റും കൊണ്ടൊന്ന് എടുത്തോണ്ട് വരണേ. കാലങ്ങ് ഭയങ്കര വേദനയായിട്ട് തിരുമ്മി തരണേ. എന്നിട്ട് നീ കിടന്നാ മതി. ഞാൻ എടുത്തോണ്ട് വരാം. ഇതാണ് ആ പെൺകൊച്ച്. കാണാൻ നല്ല കൊച്ചല്ലേ? നിനക്ക് എന്താണ് ഈ പെണ്ണിനൊരു കുഴപ്പം? ഉമ്മ നോക്കിയെടുക്കുമ്പോൾ നല്ല പെണ്ണിനെയല്ലേ നോക്കൂ. ഈ പെങ്കൊച്ചാകുമ്പോ കുഴപ്പമില്ല, എനിക്കറിയാവുന്നതാടാ. നമുക്കൊന്ന് ഞായറാഴ്ച പോവാം. ഉമ്മ ഒന്ന് മിണ്ടായിരുന്നേ, ഞാൻ ആകെപ്പാടെ ടെൻഷനിലാണ്. ഉമ്മ ഒന്ന് മിണ്ടാതിരി. കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ അവനിക്ക് ടെൻഷനും കാര്യോ? എങ്കിൽ കാലും വയ്യാത്തോളെയും കൊണ്ട് കാലാകാലം തോളിലേറ്റി നടന്നോ? ഞാൻ പറയുന്നത് നീ അനുസരിക്കണ്ട. കിടപ്പിലായവളും കൂടെ എന്താ ചെയ്യുന്നീ? നിനക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ എന്താ ചെയ്യും? അതുകൊണ്ടല്ലേ പറയുന്നേ, ഇതാകുമ്പോ വേറെ ഒരു പെണ്ണ് വരുന്നതാണൊക്കെ അല്ല. ഈ പെണ്ണ് എല്ലാ കാര്യവും നോക്കുള്ളൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ്. ഞാൻ എല്ലാം സംസാരിച്ച് വെച്ചേക്കുവാണ്. അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. ആ പെണ്ണി അവളെ കാര്യം കൂടെ നോക്കും. ഇത് 25,000 50,000 നാളെ ഇന്നിപ്പോ 25,000 രൂപ കൊടുത്തു, നാളെ 50,000 രൂപയ്ക്ക് വരുത്തി വരുത്തോളം എന്ന് പറഞ്ഞാൽ എവിടുന്ന് പോകുന്ന ഈ ആളെ കൊണ്ടുവരും? 2 കൊച്ചുങ്ങൾ വളർന്നു വരുന്നു. അതിന്റെയൊക്കെ കാര്യം നോക്കണ്ടേ? വെച്ചോണ്ട് വരി. ഉമ്മ ആകെപ്പാട് ഞാൻ ടെൻഷനിൽ ഇരിക്കുകയാണ്. ഉമ്മ പോയി കിടന്ന് ഉറങ്ങ്. ചെല്ല്. പറഞ്ഞാ നന്നാവാത്ത എന്നെ അടുത്ത് നീ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആവട്ടെ. ഒറ്റപ്പെട്ട് പോവണ്ട. എനിക്ക് എന്നാണോ നാളെയാണോന്ന് എന്റെ അവസ്ഥയെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കിടന്ന് വെപ്രാളം കാണിക്കുന്നത്. എന്റെ മോന്റെ ജീവിതം ഒന്ന് സേഫ് ആവട്ടെ എന്നുള്ള ആഗ്രഹത്തെയാണ്. ഞാൻ എത്ര നാളുകൊണ്ട് നോക്കിയിട്ട് കിട്ടിയ ഒരു പെണ്ണാന്നറിയാവാ. ഞാൻ നാളെ ഇവിടുന്ന് ഞാനങ്ങ് പോവും. വേണ്ട, നാളെ പോന്നില്ല. ഇനി നിന്നെ പെണ്ണ് കെട്ടിച്ചിട്ടേ ഞാൻ പോന്നോളൂ. ഞാനിവിടെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ പെട്ടതുപോലെ ആയി. മോനെ, ഉമ്മ അവിടെ ഉണ്ടാ? വലിയമ്മ ഹോസ്പിറ്റലിൽ പോയി. വലിയമ്മ വന്ന ഞാൻ കണ്ട്. ഉമ്മ അവിടെ ഉണ്ടല്ലേ റംസി? ഒന്നുമില്ല. നീ ഉമ്മായത് കാണ്ട്. മോളെ റംസി, എത്ര നാളായിടി നിന്നെ ഒന്ന് കണ്ടിട്ട്. നിന്റെ അമ്മായിയൊക്കെ എവിടെ പോയടി? ആ പെണ്ണേം കൂടെ കൂട്ടിക്കൊണ്ടു പോന്നാണ്ട്, ആട്ടോ കയറി പോന്നാണ്ട്. ഞാൻ അമ്മായിക്ക് കൂട്ടി നിന്ന ആള് വേണോന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മ കൊണ്ടുപോയതാ. ഇനിയിപ്പൊ ആ പെണ്ണെ കൊണ്ടുപോകുന്നതിന് അവരൊറ്റയ്ക്ക് പോയിക്കൂടെ? ഞങ്ങൾ അയൽക്കൂട്ടത്തിലൊക്കെ ഒരു സംസാരം, ഈ ചെറുപ്പക്കാരി പെണ്ണിനെ ഇവിടെ പിടിച്ച് ജോലിക്കാരിയായിട്ട് നിർത്തിയേക്കുന്നതിന്. പെണ്ണുങ്ങളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാ പല ആണുങ്ങൾ വഴിയേറ്റി പോന്ന് ഇങ്ങനെയൊക്കെയാന്ന. എത്രയോ എണ്ണത്തിനെ അറിയാം. അതെന്തായാലും ശരിയായില്ല കേട്ടാ. നീയെങ്കിലും വിലക്കണ്ടായിരുന്നു. ഈ പ്രായമുള്ളതിനെയൊക്കെ പിടിച്ച് നിർത്തണമായിരുന്നു. ഇതെന്ന് കണ്ടാ പറയും അവളാ ഈ വീട്ടിലെ കാര്യന്ന്. അല്ല, പറയുന്നുണ്ട്. നമ്മൾ അയൽക്കൂട്ടത്തിലല്ലേ വരുന്ന ശാന്തയും രേവതിയും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അല്ല, അമ്മായിയമ്മയും മരുമോളും പോകുന്നതാണൊക്കെ തോന്നി. അതുകൊണ്ടാ ഉമ്മായിക്കിന്ന് കൂട്ടിന് പോകാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ കൂട്ടിക്കൊണ്ടു പോയി. കുറെ നാളായല്ലേ എത്താ ഇങ്ങോട്ട് കണ്ടിട്ട്. എന്ത്? ഞാൻ വന്നതാടേ. ഞാൻ വന്നപ്പോ നിന്റെ അമ്മായി കയറ്റി വിട്ടില്ല. അവരോടിരുന്ന് 2 വർത്താനം പറഞ്ഞപ്പോ പറയണേ നീ ഇപ്പൊ റംസിയെ കാണാൻ പോവണ്ട. ഞാൻ വന്ന് നിന്റെ അടുത്ത് സംസാരിക്കും പോലും. അവർക്ക് എന്തൊക്കെയോ ഒരു പേടി. ഞാൻ വന്ന് കണ്ടിട്ടും കേട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാലാ? അതൊക്കെ ആയിരിക്കും. തയുടെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ലേ? ആൾക്കാര് പറയുന്നതെന്ന് പറഞ്ഞാ നീ ചിലപ്പോ അവളെ കെട്ടുമെന്നൊക്കെ പറയുന്നു.
ഈ വീട്ടിലുള്ള കാര്യം ഇത്ത ഇങ്ങനെ പലയിടത്തും പറയുമ്പം ഇതൊരു സത്യമായി മാറത്തില്ലേ? ഞാനത് കൂട്ടത്തില്ല. ഞാൻ അവരൊക്കെ ആയിട്ട് വഴക്ക് കൂടും. അങ്ങനൊന്നുമില്ല, നീ ഒന്നും അനാവശ്യം പറയത്. ഈ വീട്ടുകാരായ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നൊരു സംശയവും ഇല്ല, ഒരു കാര്യവും. പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത്? ഞാൻ പറയത്തില്ല എണ്ണേ. ദയവേത് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ഇവിടെ സമാധാനമായിട്ട് പോകുന്നൊരു കുടുംബം ഇത്. ഇപ്പം ഞാൻ കൂടാതെ ഇവിടെ ഉമ്മായും കൂടെ ഉണ്ട്. പിന്നെ ആ കൊച്ചിനൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്. അവർക്ക് അറിഞ്ഞ എന്ത് വിഷമം വരും? വെറുതെ ഇല്ലാത്ത പറഞ്ഞ് പരത്തരുത്. ഇത് പറയാനാണെങ്കിൽ ഇത്ത ഇങ്ങോട്ട് വരണ്ട. അല്ല എൻ്റെ വിശേഷങ്ങളോ എൻ്റെ സുഖമാണോ ഇതൊക്കെ ഇത്താക്കി ചോദിക്കാം, അതിനുള്ള മറുപടിയും കിട്ടും. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അതായത് എൻ്റെ ഇക്കായ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പെണ്ണിൻ്റെയും കൂടെ പോകത്തില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്ത പറയരുത്. നീ എന്നെയാണോ ഈ ഉദ്ദേശിച്ചത്? ഞാൻ ഒന്നുമില്ലെങ്കിലും നിന്നെ എന്റെ അനിയത്തെയും കണക്കല്ലോടി കാണുന്നത്. ഞാൻ പറയോ അങ്ങനെ? ഞാൻ പറയോ? അവനെന്ന് പറഞ്ഞ എന്റെ ആങ്ങളെയാണ്. ഞാൻ പറയോ? ഞാൻ പറഞ്ഞില്ലേ, ആ അയൽക്കൂട്ടത്തിലെ കുറെ പെണ്ണുങ്ങളുണ്ട്, നുണച്ചി പെണ്ണുങ്ങള്. അവരാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ നടപ്പും കിടപ്പും എന്നൊക്കെ. ഞാൻ വല്ലതും പറയോ? എന്നെ കുറിച്ച് നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ടാ? യോ, ഞാൻ അങ്ങനൊന്നും പറയത്തില്ലേ. ഞാൻ കാണാത്ത കേക്കാത്ത ഞാൻ പറയത്തില്ല. അയ്യോ, ഞാൻ അങ്ങനത്തെ പെണ്ണേ അല്ല. നീ എങ്കിലും എന്നെ സംശയിച്ചല്ലേ ഞാൻ പറയുന്നു. എങ്കിലും നീ ഒന്ന് സൂക്ഷിച്ചോ. പെണ്ണൊരു കറക്ക് കമ്പനിയാണെന്നാ തോന്നുന്നു. ഞാൻ പറഞ്ഞൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. നീ നോക്കിക്കോ, എന്റെ അനിയത്തിയുടെ ജീവിതം നശിക്കാതിരിക്കാനോ ഞാൻ ഈ പറയുന്നത്. നീ മനസ്സിലാക്കിയത് നിനക്ക് കൊള്ളാം. ആ രണ്ടുപേരും കൂടെ പോന്ന കണ്ടപ്പോ ഞാൻ നിന്നെ ഒന്ന് കാണാൻ ഇതൊക്കെ ഒന്ന് പറയാന്നും പറഞ്ഞു വന്നതാ. നീ സൂക്ഷിച്ചോ വേണ്ട. സൂക്ഷിച്ചാ നിനക്കുള്ളൂ, അല്ല പിന്നെ എനിക്കാണ്. അല്ലെങ്കിൽ അവൻ വല്ലവളുടെയും പോവും, അത്ര തന്നെ. അല്ല, അപ്പുറത്തെ താത്ത പുറത്ത് പോകുന്നു, എന്തോന്ന് പറഞ്ഞത് റംസി? ഒന്നുമില്ല. ഉമ്മ ഇന്നാള് വന്നപ്പോഴെങ്ങാണ്ട് ഉമ്മ പറഞ്ഞെന്ന് ഇങ്ങോട്ട് വരണ്ടെന്ന്. എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാൻ സമ്മതിച്ചില്ല. അത് പറഞ്ഞോണ്ട് പോയതാ. ഉമ്മ എവിടെ പോയി? ഉമ്മ ഹോസ്പിറ്റലിൽ പോയി. ഉമ്മയ്ക്ക് കാല് വേദന തുടങ്ങിയില്ലായിരുന്നോ? അപ്പൊ മരുന്ന് അങ്ങോട്ട് തീർന്നു. അപ്പൊ വീണ്ടും കാണിക്കണമെന്ന് പറഞ്ഞ് പോയി. ഉമ്മയുടെ കൂടെ ആര് പോയി? ഉമ്മ അൽഫിയെ കൂടെ പറഞ്ഞു വിട്ടു. ഉമ്മ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകത്തില്ല. അൽഫി എന്തിനു കൂടെ പോയത്? നിന്നെ നോക്കാനല്ലേ അവിടെ അൽഫിയെ നിർത്തിയേക്കുന്നത്. ഉമ്മയ്ക്ക് ഒട്ടും വയ്യ. ഇനി കാല് വേദനയും പിടിച്ചോണ്ട് ഇനി ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ വാങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരുമ്പോഴേ ഇനി കാല് വേദന ഒന്നുകൂടെ കൂടും. ഞാനാ ആ പെണ്ണെ പറഞ്ഞു വിട്ടത്. എനിക്ക് ഫഹദ് ഇവിടെ ഉണ്ടല്ലോ. നീ പറഞ്ഞു വിടണ്ടായിരുന്നു. നിന്റെ കാര്യം നോക്കാനല്ലേ ഞാൻ ഇവിടെ നിർത്തിയത്. ഇക്ക, ഞാനല്ലേ ഉമ്മയെ കൊണ്ടുപോണ്ടത്. എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ റൂം ഞാനും പെട്ടപാടാ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഞാനിങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാനല്ലേ ഉമ്മയെ കൊണ്ടുപോകേണ്ടത്. എനിക്ക് ഉമ്മയെ കൊണ്ടുപോകാനോ എൻ്റെ മക്കളെ കാര്യം നോക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാനിങ്ങനെ കിളപ്പിലായി പോയില്ലേ. ശരിയാവും. നീ തോന്നില്ല. ഞാൻ ആ പറഞ്ഞ ആയുർവേദത്തിൽ കൊണ്ടുപോകാം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാ. നിന്നെ അവിടെ കൊണ്ടുപോകാം, എല്ലാം ശരിയാവൂടെ. നീ നടക്കും, എനിക്കതിൽ വിശ്വാസമുണ്ട്. അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ? അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്താണ്? അത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ കഴിയത്തില്ല. പിന്നെ അത് ഞാനത് ഒരു എന്താ പറ. എന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ മനസ്സിലിങ്ങനെ വിഷമം വെച്ചുകൊണ്ട് കിടന്ന എന്താ? എനിക്കത് പറഞ്ഞേ പറ്റുമോ നിന്റെ അടുത്ത്? പറ, ഞാൻ കേൾക്കാൻ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഉണങ്ങി അടി നിൽക്കാതെ ഇങ്ങോട്ട് വാ. ചെറുക്കം വന്ന് ചായ അങ്ങനെ ഇട്ടുകൊടു. വരുന്ന ഇത്ര ഇട്ട് നടത്തിച്ചതും പോരാ. ജോലിയും കഴിഞ്ഞ് വരുമ്പോ അവന് ചായ ഇട്ട് കൊടുക്കാനും ആരും ഇല്ലായിരുന്നു. ഇനി എന്തായോ എന്തോ. ഇങ്ങോട്ട് വാ. പെണ്ണെ,
എവിടെയൊക്കെ പോയിരുന്ന് എങ്ങോട്ടൊക്കെ പോയെന്നുള്ളതൊന്നും വിളമ്പാനൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞോളാം ആവശ്യത്തിനുള്ളത്. നിന്റെ വായിന്നായിട്ട് ഇവിടെ ഒന്നും അറിയണ്ട. എന്താ പറയേ? ഞാനൊന്നും പറയുന്നില്ല. മെനക്കെട്ടാക്ക ഞാനല്ലേ. മോനെ വന്നാ? അയ്യോ ഓർമ്മല്ല. എന്താ? എനിക്കത് പറഞ്ഞേ പറ്റൂ നിന്റെ അടുത്ത്. പറ, ഞാൻ കേക്കാ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നീ വന്നിട്ട് കൊറേ സമയമായടാ. ഉമ്മ വന്നാ? ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഉമ്മ ഡോക്ടറെ കണ്ടാ? അതൊക്കെ കാണിച്ച്. ചെറുക്കാന് വെള്ളമൊന്നും കുടിച്ചില്ലല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുന്നില്ലേ? ചെറുക്കനിക്ക് ചായ എല്ലാം ഇട്ടുകൊടു. എന്താ ഭയങ്കര ചൂട് പുറത്തൊക്കെ. ഞാൻ പോയി ഇച്ചിരി കിടക്കട്ടെ. കുഴഞ്ഞ്. കാക്ക വാ, ചായ ഇട്ട് തരാം. നീ അങ്ങോട്ട് പൊയ്ക്കോ. ഞാൻ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുക. വാ. എന്താക്കാ? ഞാൻ പോയി ചായ പിടിച്ചിട്ട്. നീ എന്താ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയൊന്നുമില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് വരണേ. കിളവിക്ക് വന്നാ ഡ്രസ്സ് പോലെ മാറാൻ സമ്മതിക്കത്തില്ല. ചായ ചായ. നീ ഉമ്മാടോട് പോയതിന്? നീ വല്ല ഉമ്മാടത്ത് പറഞ്ഞാ? അപ്പൊ ഞാൻ ഉമ്മാടൂടെ പോയതിലല്ല പേടി. എന്തെങ്കിലും പറഞ്ഞോന്നുള്ളതാണ്. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അവല്ലല്ലോ എൻ്റെ ശരി. കാക്ക അല്ലേ പറയേണ്ടത്. കാക്ക പറയുന്നല്ലേ എൻ്റെ ശരി. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ. കാക്ക പറയണം എന്നെ കെട്ടണമെന്ന്. പറയുന്നില്ലേ? എപ്പ പറയും? അത് നടക്കത്തില്ല. എനിക്ക് റംസി മക്കളാണ് വലുത്. വെറുതെ തമാശ ഇങ്ങനെ പറയല്ലേ. വെറുതെ തമാശ പറയല്ലേ. ഉമ്മ എന്തായാലും ഒരു കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഞാൻ എന്നെ മതി എന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് പറയുമ്പം ഞാൻ നാണക്കേടാവും. നമ്മൾ തമ്മിൽ നേരത്തെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇക്ക ഈ വീട്ടിൽ എന്താണ് എന്നെ ഇവിടെ വേലക്കാരിയായിട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും വിശ്വസിക്കും. പിന്നെ അപ്പുറത്ത് ഒരു താത്ത ഉണ്ടല്ലോ, അവർ ചെവിയിൽ ഒന്ന് കേട്ടാൽ മതി. നാണം കെട്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാവും. പിന്നെ ആൾക്കാർ പറയും അവൻ പിന്നെ ഭാര്യയെ ഇങ്ങനെ ആക്കിയതാണ്, നടക്കാൻ പറ്റാതെ ആക്കിയതാണ്, അവളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതൊക്കെ ഞാൻ പറയുന്നത് ചീപ്പല്ലേ? ഇപ്പൊ ഒറ്റ ഡയലോഗേ ഉള്ളൂ. ഉമ്മ അടുത്ത് പറയണം, ഉമ്മ എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്, അത് അൽഫിയെ മതിയെന്ന്. ഇത്ര പാടുണ്ടോ അതിന്? ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരെ? അത് മതിയെന്ന് ഉമ്മ അടുത്ത് അങ്ങ് തീർച്ചപ്പെടുത്തി പറയണം. അല്ലെങ്കിൽ പിന്നെ മാനം പോകുന്നത്